ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കാണിച്ച ലൈനിങ് ബ്ലൗസിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്ലൗസ് ഫുള്ള് അല്ലെങ്കിൽ ചുരിദാർ ഫുള്ള് നമുക്ക് വീഡിയോയിൽ ഫുള്ള് ചെയ്യാനുള്ള സമയം തികയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ വളരെയധികം ലെന്തിയായി പോകുന്നുണ്ട്. 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെന്തി ആവുന്നത് കാരണം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ബ്ലൗസ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ലൈനിങ് ബ്ലൗസിൻ്റെ ബാക്കി ഭാഗം തുടരാം ഈ വീഡിയോയിൽ. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ പുതിയ ആൾക്കാരും അവർക്ക് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനായി മറന്നു പോകാതെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പട്ടി ഫ്രണ്ട് പട്ടി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ടിൻ്റെ പട്ടി കട്ട് ചെയ്ത പീസും അതിൻ്റെ ലൈനിങ് പീസും അതിന് ശേഷം സ്റ്റിഫായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്യാൻവാസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്യാൻവാസ് കൊടുക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ പടി നല്ല കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യം അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർ ക്യാൻവാസ് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ 3 പീസും കൂടെ ഒന്നിച്ച് വെച്ച് 1/4 ഇഞ്ച് രീതിയിൽ അടിച്ചു കൊടുക്കണം. 2 പട്ടിയുടെയും സെയിം അളവിൽ സെയിം പീസുകൾ 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ഈ ലൈനിങ് പീസിൻ്റെ മേലെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, പതിച്ചെടുക്കണം. ഈ ക്യാൻവാസും ലൈനിങ്ങും കൂടെ ഈ സൈഡിലോട്ട് മടക്കി കൊടുത്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ച് അതിൽ ഇവിടെ ഏകദേശം 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ ഇവിടെ ഒരു 3-3.5 ഇഞ്ച് വരത്തക്ക രീതിയിൽ അതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷേപ്പിലടിക്കണം. ആ കട്ടിങ് എങ്ങനെയാണുള്ളത് അതേപോലെ ഷേപ്പിൽ തന്നെ അടിച്ചു കൊടുക്കണം. ഇത് 2 പീസും കൂടെ ഒപ്പം വെച്ച് ഇതിൻ്റെ 2ൻ്റെയും ഗ്യാപ്പ് സെയിം വരത്തക്ക രീതിയിൽ ഇതും അടിച്ചു കൊടുക്കുക. അങ്ങനെ തന്നെ 3 പീസും ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുക. നമുക്കിതിനെ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഇതിൻ്റെ ടക്കിൻ്റെ ഈ ഭാഗത്തേക്ക് നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതിനിങ്ങനെ തിരിച്ചു വെക്കണം. ഇതിൻ്റെ നല്ല വശവും പട്ടിയുടെ നല്ല വശവും കൂടെ തിരിച്ചിട്ട് ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചിട്ട് ഇതിന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ഷേപ്പിൽ വെച്ച് കൊടുത്ത് ഇവിടെ പതുക്കെ ഇവിടെ നിന്നും ജോയിൻറ്റ് ചെയ്യുക. ആ ഷേപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വേണം
നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇതും സെയിം അതേപോലെ തന്നെ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാത്തിനും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഡബിൾ സ്റ്റിച്ച് ഇടുന്നത് കൊണ്ട് നമ്മൾക്ക് പിന്നീട് അതിന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ബ്ലൗസുകൾക്കും എല്ലാവരും ഡബിൾ സ്റ്റിച്ച് ഇട്ട് തന്നെ വേണം ഫിനിഷ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിന് പട്ടി പീസ് ഫ്രണ്ട് ബട്ടൺ പട്ടി കൊടുക്കണം. ഫ്രണ്ട് ബട്ടൺ പട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് വേണം. ഇഞ്ച് വീതിയിലും 1 ഇഞ്ച് വീതിയിലും 1-1.25 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് നമ്മളിവിടെ റെഡിയാക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ട് മേലെ ബട്ടൺ പെട്ടി വരുന്ന ഭാഗമുണ്ടല്ലോ, ഹുക്സ് പെട്ടിക്ക് പീസ് നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കണം. ഇവിടെ നല്ല വശം ചേരണം. ചേർത്ത് വെച്ച് അടിച്ചിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ നമ്മൾ ആ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കട്ട് ചെയ്തല്ലോ, ഈ പീസിനെ നമ്മളിങ്ങനെ ഒന്നിച്ച് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ മേലെ ഈ കച്ച തിരിച്ചു വെച്ചിട്ട് ഈ ചെറിയ പീസിൻ്റെ മേലെ പതിച്ചടിക്കണം. അതിനുശേഷം ഈ 1.5 ഇഞ്ച് വീതിയിലുള്ള ഈ പീസ് ഉണ്ടല്ലോ, അത് ഒന്ന് ചെറുതാക്കി മടക്കി അതിനെ വീണ്ടും 1 ഇഞ്ച് വീതിയിൽ മടക്കി അതിനെ ഇവിടെ എഡ്ജിലടിച്ചിട്ട് അതിനെ ഫോൾഡ് ചെയ്ത് തിരിച്ചു വെച്ച് ഒരേ ലെവലിൽ അടിച്ചു കൊടുക്കും. ഇനി നമ്മൾ കാജാപ്പട്ടി ഉണ്ടല്ലോ, കാജാപ്പട്ടിയുടെ ചീത്ത വശം അടിയിൽ വെച്ച ശേഷം ഈ പീസിൻ്റെ നല്ല വശവും ചീത്ത വശവും തമ്മിൽ ചേർത്ത് വെക്കണം. ഈ 2 ഇഞ്ച് വീതിയുള്ള പീസിൻ്റെ നല്ല വശവും ബോഡി പീസിൻ്റെ ചീത്ത വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം കാജാപ്പട്ടി അറ്റാച്ച് ചെയ്യാൻ. ഇതിനെ നമ്മൾ മടക്കി 1 ഇഞ്ച് വീതിയിൽ കാജാപ്പട്ടി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എഡ്ജിലടിക്കുക. ആദ്യം എല്ലാത്തിനും റഫ് അടിക്കണം കേട്ടോ. റഫ് അടിച്ചില്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടു പോരും. അതുകൊണ്ട് റഫ് അടിച്ച് സ്റ്റിച്ച് കറക്റ്റായിട്ട് ഉറപ്പിച്ച ശേഷം വേണം സ്റ്റിച്ച് തയ്യൽ എപ്പോഴും നമ്മൾ ആരംഭിക്കുന്നതിന്. ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ റഫ് അടിച്ച് ഫിനിഷ് ചെയ്യണം. ഓക്കെ, അത് ഇതിൻ്റെ എഡ്ജിലൂടെ അടിച്ച്
ഇവിടെ ഒരു ടെൻഷൻ മാർജിൻ വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട് പാർട്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ജോയിൻറ്റുകൾ തമ്മിൽ ഒത്തുവരണം. അതുപോലെ തന്നെ ഇവിടെ നീറ്റായിട്ട് ഇവിടെ കവർ ആവുകയും ചെയ്യണം. ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കണം ഫ്രണ്ട്. നെക്സ്റ്റ് നമുക്കിനി ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്, റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ലൈനിങ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ചിരുന്ന ലൈനിങ് ബാക്ക് പീസിൻ്റെ ചീത്ത വശത്തേക്ക് വിരിച്ചിടുക. അതിനുശേഷം ഈ 1.5 ഇഞ്ച് ഇവിടെ അധികം ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ കയറ്റി വെച്ചിട്ട് ഇവിടെ ലൈനിങ് ചേർത്ത് ഒരു സ്റ്റിച്ച് ഇടണം. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ പീസ് പടി വെച്ച് മടക്കി അടിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിലും പോലെ അത് ചെയ്യുക, അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിന് എളുപ്പമെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം. കാരണം ബോഡി കറക്റ്റ് കട്ട് ചെയ്തിട്ട് 1/4 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു പീസ് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തതിനെ ഇവിടെ ജോയിൻ ചെയ്ത് മടക്കി അടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നല്ല കുറച്ചുകൂടെ ഫിനിഷിങ് തോന്നിക്കും. അവിടെ ഹെമ്മിങ് ചെയ്യാം. ഇത് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ മടക്കി കൊടുത്താൽ മതി. മടക്കി വെച്ചിട്ട് ആ 1 ഇഞ്ച് പീസ് ഉണ്ടല്ലോ, 1.5 ഇഞ്ച് പീസ്, ആ പീസിന് നമ്മൾ 1/4 ഇഞ്ച് മടക്കി വെച്ച് ഇതിൻ്റെ മേലെ സ്റ്റിച്ച് ഇടണം. എല്ലാം പീസ് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് ആം ഹോൾ മുതൽ സൈഡും എല്ലാം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെയും ഷോൾഡർ ആം ഹോളും ഷേപ്പ് കറക്റ്റായിട്ട് വെച്ച ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഷോൾഡർ മാറിപ്പോയി കഴിഞ്ഞാൽ ഷോൾഡർ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരു ഷോൾഡർ കുറഞ്ഞു കൂടിയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ലൈനിങ് കറക്റ്റായിട്ട് നമ്മൾ ബോഡി പീസ് ഒപ്പമാണെന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പല രീതിയിൽ കട്ടിങ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയാണ് നമുക്ക് കഴിക്കുന്നതിന് എളുപ്പം, നമ്മുടെ കൈ സെറ്റാവുന്നത്, നമുക്ക് മനസ്സിലാവുന്നത്, ആ രീതി നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് എളുപ്പ വഴിയാണ്. കാരണം നമ്മൾ നെക്ക് ആദ്യം കട്ട് ചെയ്യുന്നില്ല. നെക്ക് കട്ട് ചെയ്യാതെ ബോഡി പാർട്ട് മാത്രമാണ് കട്ട് ചെയ്യുക. ബാക്കിന് ഫ്രണ്ടിന് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് ഒന്നിച്ച് കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്തും എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, അതേപോലെ ചെയ്യാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അളവ് ബാക്കിൻ്റെ നെക്ക് ഡീപ്പ് എത്ര ആണോ വരുന്നത് അത് ചെക്ക് ചെയ്യുക. മെഷർമെൻറ്റ് ബ്ലൗസിൻ്റെ നെക്ക് ഡീപ്പ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്യുക. ലെങ്ത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എൻഡിന്ന് വെച്ച് ഇവിടെ എത്രയുണ്ട് വരുന്നതെന്ന് നോക്കുക. ഇനി അധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1/4 ഇഞ്ച്
ഇവിടെ നിന്ന് വിട്ടിട്ട് മാർജിൻ മേലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് ഈ എക്സ്ട്രാ ഉള്ളതിനെ കട്ട് ചെയ്ത് മാറ്റണം. എക്സ്ട്രാ ഉള്ളതിനെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ടേപ്പ് എടുത്തിട്ട് 1/4 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കറക്റ്റായിട്ട് വെക്കണം. ഈ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ വെക്കണം. ഇവിടെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കി നമ്മളിതിനെ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഇവിടെ വെക്കുക. ടെൻഷൻ്റെ അടിയിൽ കറക്റ്റായി ഉറപ്പിച്ച് വെക്കുക. വെച്ച ശേഷം ബാക്ക് നെക്ക് എടുത്ത് മെഷർമെൻറ്റ് എത്ര വരുന്നതെന്ന് ബാക്ക് നെക്കിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ഒന്ന് ചെയ്യുക. ഇവിടുന്ന് 1/4 ഇഞ്ച് മേലെ വേണം മാർക്ക് ചെയ്യാൻ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1/4 ഇഞ്ച് താഴോട്ട് വരും. അതുകൊണ്ട് 1/4 ഇഞ്ച് മേലെ ഒരു ചെറിയ മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുത്ത ശേഷം റൗണ്ട് നെക്ക് ഷേപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു 2.5 2.25 മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് എടുക്കുന്ന ഒരു പാറ്റേൺ ഉപയോഗിച്ച് അതിന് റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ആ റൗണ്ട് ഷേപ്പ് കൊടുത്ത ശേഷം നമ്മൾ ഇതിനെ നെക്കിലേക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെക്ക് വരച്ച് കഴിഞ്ഞ് ആ നെക്ക് ഷേപ്പ് സെയിം എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതേപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അധികം വൈഡ് ആക്കാതെ ഒതുക്കി വേണം നെക്ക് എപ്പോഴും കട്ട് ചെയ്യാൻ. അത് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഈ നെക്ക് പ്രോബ്ലം വൈഡായി പോകുന്നത് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. പക്ഷെ പലയിടത്തും തയ്ക്കുന്ന ബ്ലൗസുകൾ എനിക്കിവിടെ വരാറുണ്ട് നെക്ക് വൈഡായി പോകുന്നത്. പക്ഷെ കട്ട് ചെയ്ത ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ ലൈനിങ്ങും നെക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൽ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു ടക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കാരണം ബാക്ക് കയറി പോകുന്ന ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്കിലൊരു ടക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിന് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. 2 സൈഡിലും ഒരു മാർക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ പിടിച്ചു കൊടുക്കുക. ഇഞ്ച് ഇത് ടക്ക് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും ടക്ക് യൂസ് ചെയ്യാറില്ല. ചിലർക്ക് ടക്ക് വേണം, ചിലർക്ക് ടക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കട്ടിങ്ങിൽ കാണിക്കാത്തത്. അപ്പം ടക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ താഴേക്ക് ഒരു 3.5 ഇഞ്ചിൽ ലെന്ത് മാർക്ക് ചെയ്ത് നമുക്കതിന് ഇതിൽ ഒരു ടക്ക് ഇങ്ങനെ പിടിക്കാവുന്നതാണ്. ടക്കിൻ്റെ നീളം എപ്പോഴും ഇത്ര ഇവിടുന്ന് നീഡിലിൻ്റെ അവിടെ നിന്ന് ഈ ഇത്ര നീളത്തിൽ 3-3.5 ഇഞ്ച് വരുന്നുണ്ട്. അത്രയും നീളത്തിൽ ഇട്ടാൽ മതിയാവും. അതിനുശേഷം നമുക്ക് സ്ലീവാണ് ഇനി അടുത്ത് റെഡിയാക്കേണ്ടത്. സ്ലീവ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ കട്ടിങ് എടുത്ത് സ്ലീവ് ലൈനിങ് മേലെ ഇടണം. സ്ലീവിൻ്റെ നല്ല വശവും ലൈനിങ് അതിൻ്റെ മേലെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ കസവ് അല്ലെങ്കിൽ ബോർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി 1/4 ഇഞ്ച് മാർജിനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ പീസും അതേപോലെ തന്നെ ഇട്ട് നമ്മൾ സെയിം മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ഈ സ്ലീവ് ഉണ്ടല്ലോ, അറ്റാച്ച് ചെയ്ത ഈ സ്ലീവിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ പതിച്ചടിക്കണം. രണ്ട് പീസും നമ്മൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ലൈനിങ് പതിച്ചടിച്ചു കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങും സ്ലീവും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പുകൾ തമ്മിൽ മാറിപ്പോകാതെ കറക്റ്റ് ലൈനിങ്ങാണ് കറക്റ്റ് കട്ടിങ്. അപ്പം ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് ബോഡി അതിൻ്റെ ഫ്ലാറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് മാറിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 സ്ലീവ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മളിതിൻ്റെ ഷേപ്പ്, ഫ്രണ്ട് ഷേപ്പ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ, കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത സ്ലീവിനെ ഒന്നിച്ച് വെക്കണം. ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ലെങ്തുകൾ തമ്മിൽ നമ്മൾ ഇവിടെ ഒന്നിച്ച് വെക്കുക. ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് വെച്ച ശേഷം അതിനെ ഇനി അധികമുള്ള പീസ് ഏതാ ലൈനിങ് ആയാലും ബോഡി ആയാലും നമ്മൾ അതിനെ ഒന്നും കൂടെ ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒന്നുകൂടെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് മാറ്റുക. സെൻറ്ററിലൊരു നാച്ച് കൂടെ അടിച്ച് സെൻറ്റർ പോയിൻ്റ് കട്ട് ചെയ്തും നാച്ചടിച്ച് വെക്കുക. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോൾഡർ ഇവിടെ വരത്തക്ക രീതിയിൽ വേണം ആണ് ഇവിടെ സ്റ്റിച്ച് വരണം. അതുപോലെ ജോയിൻറ്റും ഈ സെൻറ്ററും കറക്റ്റ് വരുന്നതിന് വേണ്ടിയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 4 ഇഞ്ച് വിട്ട് ഇവിടെ നമ്മൾ ഷേപ്പ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്യാം. ഇല്ല നമുക്ക് ഇവിടുന്ന് 4 ഇഞ്ച് ഇവിടെ മാത്രം, ഇവിടെ വന്നിട്ട് സ്റ്റിച്ച് ജോയിൻ്റ് ആണല്ലോ, ഈ ജോയിൻറ്റിൻ്റെ ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്താൽ മതിയാവും. അങ്ങ് വരെ കട്ട് ചെയ്ത് കൊണ്ടുപോകണ്ട. അപ്പോൾ അവിടെ അപ്പ് ആൻഡ് ഡൗൺ വരും. അപ്പോൾ അവിടെ വരെ കട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സ്റ്റിച്ച് വീഴുന്ന ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് 4 ഇഞ്ച് ഉള്ളിലേക്ക് ഈ 3 ഇഞ്ച് ഇവിടുന്ന് എടുക്കുന്നുണ്ടല്ലോ, അവിടം വരെ ഷേപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പം അവിടെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ചെയ്യാനുള്ളത് അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ അറ്റാച്ചിങ് ഫ്രണ്ട് ബാക്കും അതിൻ്റെ കൈക്കുഴികൾ തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് വേണം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത ഭാഗവും അതേപോലെ തന്നെ കൈക്കുഴികൾ തമ്മിൽ നെക്ക് ഒന്നിച്ച് വരുന്ന രീതിയിൽ നോക്കി വെച്ച് ജോയിൻ്റ് ചെയ്യുക. നല്ല വശം ചേർത്ത് വെച്ച് വേണം ജോയിൻ്റ് ചെയ്യാൻ. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ, ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഈ ഭാഗം ഒരു 2 പോയിൻ്റ് ഉള്ളിലേക്ക് നമ്മൾ തള്ളിയടിക്കണം. കാരണം എന്താ? കാരണം നമ്മുടെ കഴുത്ത് വീണ് പോകാതിരിക്കാനാണ് അങ്ങനെ തള്ളി അടിക്കണമെന്ന് പറയുന്നത്. ഉള്ളിലേക്ക് തള്ളി അടിക്കുക. അപ്പോൾ നമുക്ക് കഴുത്തിങ്ങനെ ടൈറ്റായുള്ള നല്ല ഫിറ്റായിട്ട് അവിടെ ഇരിക്കും, ഓടത്തില്ല. നമ്മൾ ഓൾറെഡി 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, 2.25 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അത് ആവശ്യത്തിനുള്ള അകലം മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം 3 ഇഞ്ച് ഏകദേശം റെഡിയായി കഴിയുമ്പോൾ വരും. നമുക്കിതിനെ ഒന്ന് ഷോൾഡർ ലോക്ക് ചെയ്തിട്ട് വരാം. ഞാനത് ലോക്ക് ചെയ്തിട്ട് വരാം.
ശേഷം ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തു. സ്ലീവ് അറ്റാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് നാച്ചടിച്ചിട്ടുണ്ടല്ലോ, നാച്ചടിച്ച ഭാഗം ഫ്രണ്ടിൽ വരുന്നത് പോലെ, ഈ നാച്ചടിച്ച ഭാഗം ഉണ്ടല്ലോ, ഇത് ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെ ഈ ഭാഗം വെച്ച് കൊടുക്കണം. അപ്പം കൈക്കുഴിയും സ്ലീവും പതിയെ ചെരിച്ച് കൊടുക്കണം. പതുക്കെ ചെരിച്ച് കൊടുക്കുമ്പോൾ അത് തന്നെ അതങ്ങനെ തന്നെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നോളൂ. കാലിഞ്ച് മാർജിൻ ഒരേ ലെവലിൽ വേണം നമ്മൾ പിടിച്ചു കൊടുക്കാനായിട്ട്. മാർജിൻ പിടിച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്ലീവും ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വെച്ച് അതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൈക്കുഴിയും നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് വരട്ടെ. ഇതിൻ്റെ കൈക്കുഴി കൂടെ ലോക്ക് ചെയ്ത് അതുപോലെ തന്നെ പട്ടിയും ലോക്ക് ചെയ്ത് വന്നു.
ഇനി ഇതിനെ ചെയ്യാനുള്ളത് അടുത്തത് ഇതിൽ സ്ലീവ് അറ്റാച്ചിങ് കഴിഞ്ഞ് സൈഡ് അറ്റാച്ചിങ് ആണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്.